ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 25 നോക്കാം. ആദ്യത്തെ ചോദ്യം, നിയമപരമായി സ്പീഡ് പരിധി മറികടക്കുന്ന സമയത്ത് ഒരു എമർജൻസി വാഹനം ഡ്രൈവർ എന്ത് ഉപകരണങ്ങളാണ് പ്രവർത്തിപ്പിക്കേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. നിയമാനുസൃതമായ ഹോൺ മുഴക്കണം, മൾട്ടി ട്യൂൺ ഹോണും മൾട്ടി കളർ ഫ്ലാഷറും, ഹെഡ്ലൈറ്റുകളും മാത്രം, ഒരു മൾട്ടി കളർ ഫ്ലാഷർ. ആൻസർ മൾട്ടി ടൂൺ ഹോണും മൾട്ടി കളർ ഫ്ലാഷറും. അടുത്ത ചോദ്യം നോക്കാം. മോട്ടോർ വാഹന നിയമം 1988 അനുസരിച്ച് 2015 ഒക്ടോബർ 1 അതിനുശേഷമോ നിർമ്മിച്ച ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ സ്പീഡ് ലിമിറ്റിംഗ് ഉപകരണം ഉപയോഗിച്ച് സജ്ജീകരിക്കേണ്ട പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ, മണിക്കൂറിൽ 60 കിലോമീറ്റർ, മണിക്കൂറിൽ 70 കിലോമീറ്റർ, മണിക്കൂറിൽ 80 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 80 കിലോമീറ്റർ. അടുത്ത ചോദ്യം, എല്ലാ സ്റ്റേജ് കാരിയേജുകൾ, ടിപ്പർ ലോറികൾ, ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ഡംപറുകൾ, ടാങ്കറുകൾ, അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എന്നിവയുടെ വേഗത നിയന്ത്രണ ഉപകരണത്തിൽ സജ്ജീകരിക്കേണ്ട പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ, മണിക്കൂറിൽ 60 കിലോമീറ്റർ, മണിക്കൂറിൽ 70 കിലോമീറ്റർ, മണിക്കൂറിൽ 80 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 60 കിലോമീറ്റർ. അടുത്ത ചോദ്യം, EIB സ്കൂൾ ബസ്സുകൾക്കും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ, മണിക്കൂറിൽ 60 കിലോമീറ്റർ, മണിക്കൂറിൽ 70 കിലോമീറ്റർ, മണിക്കൂറിൽ 80 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 50 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. നഗര റോഡുകൾ ഒഴികെ കേരളത്തിലെ എല്ലാ റോഡുകളിലും ഇരുചക്ര വാഹനങ്ങൾക്ക് അനുവദനീയമായ പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ, മണിക്കൂറിൽ 60 കിലോമീറ്റർ, മണിക്കൂറിൽ 70 കിലോമീറ്റർ, മണിക്കൂറിൽ 80 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 60 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. M1 കാറ്റഗറി വാഹനങ്ങൾക്ക് ഡ്രൈവർ സീറ്റ് കൂടാതെ 8 സീറ്റിൽ കൂടാത്ത യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ 6 വരി പാതയുള്ള ദേശീയ പാതയിൽ നിലവിൽ അനുവദനീയമായ പരമാവധി വേഗത പരിധി എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 80 കിലോമീറ്റർ, മണിക്കൂറിൽ 90 കിലോമീറ്റർ, മണിക്കൂറിൽ 100 കിലോമീറ്റർ, മണിക്കൂറിൽ 110 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 100 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. M1 കാറ്റഗറി വാഹനങ്ങൾക്ക് ഡ്രൈവർ സീറ്റ് കൂടാതെ 8 സീറ്റിൽ കൂടാത്ത യാത്രക്കാരെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ കേരളത്തിലെ ഒരു 4 വരി ദേശീയ പാതയിൽ നിലവിൽ അനുവദനീയമായ പരമാവധി വേഗത പരിധി എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 80 കിലോമീറ്റർ, മണിക്കൂറിൽ 90 കിലോമീറ്റർ, മണിക്കൂറിൽ 100 കിലോമീറ്റർ, മണിക്കൂറിൽ 110 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 100 കിലോമീറ്റർ. അടുത്ത ചോദ്യം, 2017 ഡ്രൈവിംഗ് റെഗുലേഷൻ അനുസരിച്ച് സ്കൂൾ
മേഖലയ്ക്ക് സമീപം അനുവദനീയമായ പരമാവധി വേഗത പരിധി എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 25 കിലോമീറ്റർ, മണിക്കൂറിൽ 30 കിലോമീറ്റർ, മണിക്കൂറിൽ 35 കിലോമീറ്റർ, മണിക്കൂറിൽ 20 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 25 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ഉപഭോഗം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ ഡ്രൈവർ കർശനമായി പാലിക്കേണ്ടതാണ്. കൂടാതെ മറ്റ് ജീവനക്കാരും യാത്രക്കാരും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ഓപ്ഷൻസ് നോക്കാം. മദ്യം, മയക്കുമരുന്ന്, പുകവലി, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, കുറഞ്ഞത് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർക്ക് ഹെവി ഓർ മീഡിയം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കൂ. ഓപ്ഷൻസ് നോക്കാം. 1 വർഷം, 2 വർഷം, 3 വർഷം, 6 മാസം. ആൻസർ 1 വർഷം. അടുത്ത ചോദ്യം, നിങ്ങൾ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ 1 സെക്കൻഡിൽ നിങ്ങൾ എത്ര മീറ്റർ പിന്നിടും? ഓപ്ഷൻസ് നോക്കാം. ഏകദേശം 2 മീറ്റർ, ഏകദേശം 9 മീറ്റർ, ഏകദേശം 18 മീറ്റർ, ഏകദേശം 36 മീറ്റർ. ആൻസർ ഏകദേശം 9 മീറ്റർ. അടുത്ത ചോദ്യം, എപ്പോഴാണ് വാഹനത്തിൻ്റെ പാത മാറ്റൽ നിർബന്ധമാക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഡ്രൈവർക്ക് റോഡിലെ ഒരു തടസ്സം ഒഴിവാക്കേണ്ടി വരുമ്പോൾ, തിരിയുന്നതിന് മുൻപ് ശരിയായ പാത തിരഞ്ഞെടുക്കുമ്പോൾ, വേഗത കുറഞ്ഞ വാഹനത്തെ മറികടന്നു പോകുമ്പോൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, 3 കാര്യങ്ങളുടെ ആവർത്തനമാണ് ഡ്രൈവിംഗ് ശരിയായ ക്രമത്തിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. ചിന്തിക്കുക, പ്രവർത്തിക്കുക, കാണുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക, കാണുക, കാണുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക, കാണുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക. ആൻസർ കാണുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. അടുത്ത ചോദ്യം, ഒരു കാർ ഓടിക്കുമ്പോൾ ശരിയായി ക്രമീകരിച്ച ഹെഡ് റീസ്ട്രെയിൻറ്റ് നിങ്ങളെ സഹായിക്കും. ഓപ്ഷൻസ് നോക്കാം. നിങ്ങളെ കൂടുതൽ സുഖകരമാക്കുവാൻ, കഴുത്തിന് പരിക്കേൽക്കാതിരിക്കാൻ സഹായിക്കും, വിശ്രമിക്കാൻ നിങ്ങളെ സഹായിക്കുക, നിങ്ങളുടെ ഡ്രൈവിംഗ് സ്ഥാനം നിലനിർത്താൻ സഹായിക്കുക. ആൻസർ കഴുത്തിന് പരിക്കേൽക്കാതിരിക്കാൻ സഹായിക്കും. അടുത്ത ചോദ്യം, വാഹനം ഓടിക്കുമ്പോൾ എപ്പോൾ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാവൂ? ഓപ്ഷൻസ് നോക്കാം. ഒരു കോൾ സ്വീകരിക്കുന്ന സമയത്ത്, വാഹനം അനുയോജ്യമായ രീതിയിൽ നിർത്തിയതിനു ശേഷം, മണിക്കൂറിൽ 30 കിലോമീറ്ററിൽ താഴെ വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ, ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനം ഓടിക്കുന്നു.
ആൻസർ വാഹനം അനുയോജ്യമായ രീതിയിൽ നിർത്തിയതിനു ശേഷം. അടുത്ത ചോദ്യം, വാഹനം ഓടിക്കുമ്പോൾ ക്ഷീണം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. രാത്രി ഡ്രൈവിംഗ് ഒഴിവാക്കുക, വിശ്രമത്തിനായി നിർത്തുക, ചരക്കുകൾ കയറ്റാതെ ഓടിക്കാം, നല്ല നിലവാരമുള്ള വിസ്കി 2 പെഗ് കുടിക്കുക. ആൻസർ വിശ്രമത്തിനായി നിർത്തുക. അടുത്ത ചോദ്യം, രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള കണ്ണട ധരിക്കരുത്? ഓപ്ഷൻസ് നോക്കാം. ഹാഫ് മൂൺ, വൃത്താകൃതിയിൽ ഉള്ളവ, ബൈഫോക്കൽ, ടിൻഡേഡ്. ആൻസർ ടിൻഡേഡ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. മഴയത്ത്, മഞ്ഞിൽ, രാത്രിയിൽ, ശക്തമായ കാറ്റിൽ. മഴയത്ത്. അടുത്ത ചോദ്യം നോക്കാം. ഇരുണ്ട സമയത്തിൽ, സൂര്യാസ്തമയത്തിലോ പ്രഭാതത്തിലോ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. മറ്റു വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കണ്ണിലേക്കു അടിക്കാതിരിക്കാൻ നിങ്ങൾ സൺഗ്ലാസുകൾ ഉപയോഗിക്കുക, ലോ ബീമിൽ നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക, അപകട മുന്നറിയിപ്പ് ലൈറ്റുകൾ ഓണാക്കുക, വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ആൻസർ ലോ ബീമിൽ നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക. അടുത്ത ചോദ്യം, റോഡ് ജംഗ്ഷനുകളിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും അപകട സാധ്യതയുള്ളത്? ഓപ്ഷൻസ് നോക്കാം. മോട്ടോർ സൈക്കിൾ യാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ, കാൽനട യാത്രക്കാർ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.